ചക്ക ഊഞ്ഞാണതേ. ചക്ക പൊളിച്ചെടുക്കുമ്പം നടുക്ക് ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ പൈനാപ്പിളിലൊക്കെ ഉള്ളൊരു പോലത്തെ ആ ഒരു പൂഞ്ഞാണതേ. അതിങ്ങനെ എടുത്തിട്ട് ഞാൻ കഷ്ണം 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 പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ചക്കക്കുരു വൃത്തിയാക്കി രണ്ടായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടേ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ടിടേ. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കവർ ചെയ്യാം, ഒന്ന് വേവട്ടെ. എന്നിട്ട് ഇതിനകത്ത് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം. ഈ അടുപ്പ് കത്തിച്ച് നമ്മളെ പാത്രം ചൂടായേ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. അതിന് മുമ്പേ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടേ. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയിട്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട്. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയിട്ടെ. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് പിടിക്കട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. അതിനകത്ത് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തേ. ഇതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. മഴ പെയ്തു തോന്നുന്ന പ്രതീതി. അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് ഞാൻ ഒരു വലിയൊരു സവാള അതിട്ട് കൊടുക്കേ. ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കേ. നമ്മുടെ ഉള്ളി എല്ലാം നല്ല വാടി. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ച മസാലയില്ലേ, അതിനകത്ത് ഒഴിച്ചു കൊടുക്കേ.
ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമണം ഒന്ന് മാറട്ടെ. ഓ ഇത് വെന്തിട്ടുണ്ട്. വെന്തേ ചക്കക്കുരു നോക്കട്ടെ. ഓക്കെ, ഇതിലോട്ട് വലിയൊരു തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലതുപോലൊന്ന് വെന്ത് കുഴഞ്ഞ് ഈ ഉള്ളിയായിട്ടൊക്കെ നല്ല മിക്സ് ആവണേ. ഞാൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത് വേവട്ടെ. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കേ. തക്കാളി ഒന്ന് ഇനി ഇത് ഓഫ് ചെയ്യാം. ഇത് നോക്കാം. ഇനി നമുക്ക് ഇതെടുത്ത് ഇതിനകത്തോട്ടിടേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇത് ഒന്ന് അടച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാൻ. അല്ല, ഇതെല്ലാം വെന്ത സാധനം തന്നെയാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടെ ഒന്ന് അടച്ചിട്ട് കൊടുക്കുക. ചെറിയ തീ തന്നെ കിടക്കുന്നേ. നമ്മളെ കറി എന്തായെന്ന് നോക്കാൻ. ഓ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഉപ്പ് നോക്കണേ. ചോറിന് ബെസ്റ്റ് കറിയാണിത്. പോരാ. ചക്കയിൽ എന്താ കളയാനുള്ളത്? ആ മേലത്തെ മുള്ള് മാത്രം, വേറെ ഒന്നും ചക്കയിൽ കളയാനില്ല. ഞാൻ തന്നെ ചക്കയുടെ മിക്ക ഇതും ഉണ്ടാക്കി മുള്ളൊഴിച്ച്. ചക്കയുടെ ചവിണിക്കൊണ്ട് ഒരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചക്കക്കുരു കൊണ്ടൊരു തോരൻ വെക്കണം. ഇനി ഇതിൽ
ഒരു 3-4 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തത്, പിന്നെ കുറച്ച് മല്ലിയില, ഇതൊന്ന് നമുക്കൊന്ന് അടച്ചിടാം. ഒന്നിരുന്ന് തിളയ്ക്കട്ടെ. ഇതൊന്ന് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതൊരു 1-2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് പിന്നെ എടുക്കാം. നമുക്ക് കറി എടുക്കാം. നോക്കേ, ഈ കാണുന്നത് പോലെ ടേസ്റ്റ് ഇതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റായത് കഴിക്കേ. നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് പാർന്നു വെക്കാം. കണ്ടില്ലേ, നമ്മുടെ ചക്കയുടെ പൂഞ്ഞു കൊണ്ടുള്ള നല്ല കിടുക്കാച്ചി കറിയാണ്. അടിപൊളി ടേസ്റ്റാണിത് ചോറിന്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കും. ചക്കക്കുരു വേണ്ടെങ്കിൽ ചക്കക്കുരു ഇടണ്ട, പൂഞ്ഞ് മാത്രം ഇട്ടാൽ മതി. ചക്കക്കുരും കൂടെ ഇട്ടാൽ ഇച്ചിരി ടേസ്റ്റ് കൂടും, കുറച്ചിട്ടാൽ മതി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം